ആഗോള സമ്പദ്വ്യവസ്ഥയുടെ ജീവനാഡിയും എണ്ണ വ്യാപാരത്തിന്റെ കവാടവുമായ ഹോർമൂസ് കടലിടുക്ക് ഒരിക്കൽ കൂടി ലോക ശ്രദ്ധ കേന്ദ്രമായിരിക്കുന്നു. ലോകത്ത് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന എണ്ണയുടെ 1/5 കടന്നുപോകുന്ന ഈ തന്ത്രപ്രധാനമായ പാതയിൽ വീണ്ടും യുദ്ധഭീതി നിഴലിക്കുകയാണ്. ഏകദേശം ഒരു മാസക്കാലം നിലനിന്ന അസ്ഥിരമായ സമാധാനത്തെ തകർത്തുകൊണ്ട് അമേരിക്കൻ സൈന്യം നടത്തിയ പുതിയ കടന്നാക്രമണങ്ങൾ പശ്ചിമേഷ്യ ഒരു വൻ യുദ്ധത്തിന്റെ വക്കിലെത്തിച്ചിരിക്കുന്നു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അഹങ്കാരപൂർണമായ പ്രസ്താവനകളും അതിനെതിരെ ഇറാൻ സൈനിക നേതൃത്വം നടത്തുന്ന ധീരമായ പ്രതിരോധ പ്രഖ്യാപനങ്ങളും വരും ദിവസങ്ങളിൽ നിർണായകമാകുമെന്ന സൂചനയാണ് നൽകുന്നത്. ഹോർമൂസ് കടലിടുക്കിൽ കുറച്ചു നാളുകളായി നിലനിന്നിരുന്ന വെടിനിർത്തൽ കരാർ ലംഘിക്കപ്പെട്ടത് അമേരിക്കയുടെ ഏകപക്ഷീയമായ സൈനിക നീക്കങ്ങളെ തുടർന്നാണ്. തങ്ങളുടെ 3 ഡിസ്ട്രോയറുകൾ കപ്പലുകൾക്ക് നേരെ ഇറാൻ ആക്രമണം നടത്തിയെന്ന് ആരോപിച്ചാണ് അമേരിക്ക വെടിവെപ്പ് ആരംഭിച്ചത്. എന്നാൽ യഥാർത്ഥത്തിൽ ജാസ് തീരത്തു നിന്ന് നീങ്ങുകയായിരുന്ന ഇറാന്റെ എണ്ണക്കപ്പലിനെ ലക്ഷ്യം വെച്ച് അമേരിക്കൻ നാവികസേനയാണ് ആദ്യം വെടിയുതിർത്തതെന്ന് ഉപഗ്രഹ ചിത്രങ്ങളും പ്രാദേശിക റിപ്പോർട്ടുകളും സൂചിപ്പിക്കുന്നു. അമേരിക്കയുടെ ഈ നീക്കം കേവലം സൈനികമല്ല, മറിച്ച് ഇറാന്റെ സാമ്പത്തിക ഭദ്രതയെ തകർക്കുകയെന്ന ലക്ഷ്യത്തോടെയുള്ളതാണ്. ഇറാന്റെ പ്രധാന വരുമാന മാർഗമായ എണ്ണ വ്യാപാരം തടസ്സപ്പെടുത്തുന്നതിലൂടെ ആ രാജ്യത്തെ മുട്ടുകുത്തിക്കാമെന്നത് അമേരിക്കയുടെ ദീർഘകാല തന്ത്രമാണ്. ഫുജൈറയ്ക്ക് സമീപമുള്ള കപ്പലുകളെ തടയുന്നതും അന്താരാഷ്ട്ര സമുദ്ര നിയമങ്ങളെ കാറ്റിൽ പറത്തുന്നതുമായ നടപടികൾ അമേരിക്ക ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അമേരിക്കയുടെ പുതിയ ആക്രമണങ്ങൾ സൈനിക കേന്ദ്രങ്ങളിൽ മാത്രം ഒതുങ്ങുന്നില്ല എന്നതാണ് ഏറ്റവും ആശങ്കാജനകമായ കാര്യം. ബദർ ഖമീർ, സിരിക്, ഗ്വേഷം ദ്വീപ് തുടങ്ങിയ സിവിലിയൻ ജനവാസ മേഖലകളിൽ അമേരിക്കൻ വ്യോമസേന നടത്തിയ മിസൈൽ ആക്രമണങ്ങൾ അന്താരാഷ്ട്ര നിയമങ്ങളുടെ നഗ്നമായ ലംഘനമാണ്. സിവിലിയൻ കേന്ദ്രങ്ങളെ ലക്ഷ്യം വെക്കുന്നതിലൂടെ ജനങ്ങൾക്കിടയിൽ ഭീതി പടർത്താമെന്നും സർക്കാരിനെതിരെ ജനരോഷം ഉണ്ടാക്കാമെന്നും അമേരിക്ക കരുതുന്നു. എന്നാൽ ഇത്തരം ആക്രമണങ്ങൾ ഇറാന്റെ ദേശീയ ഐക്യം വർദ്ധിപ്പിക്കാനാണ് സഹായിച്ചിട്ടുള്ളതെന്ന് ചരിത്രം സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. സമാധാനകാംക്ഷികളായ ജനങ്ങളെ കൊലപ്പെടുത്തിയ ശേഷം ഇതിനെ പ്രതിരോധമെന്ന് വിശേഷിപ്പിക്കുന്നത് അമേരിക്കയുടെ ഇരട്ടത്താപ്പാണ്. മേഖലയിലെ സംഘർഷം മൂർച്ഛിച്ചിരിക്കെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നടത്തിയ പ്രതികരണം ലോകത്തെ അമ്പരപ്പിക്കുന്നതായിരുന്നു. അമേരിക്കൻ സൈന്യം നടത്തിയ മാരകമായ ആക്രമണങ്ങളെ ഒരു ലാപ്ടോപ്പ് എന്ന ട്രംപ് വിശേഷിപ്പിച്ചത് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ അപക്വതയാണ് കാണിക്കുന്നത്. ലക്ഷക്കണക്കിന് മനുഷ്യരുടെ ജീവനും ഒരു രാജ്യത്തിന്റെ സുരക്ഷയും ട്രംപിന് വെറും ഒരു കളിത്തമാശ മാത്രമാണെന്ന തോന്നൽ ഇതുണ്ടാക്കുന്നു. ഇറാന്റെ നാവികസേനയെ തലയറുത്ത നിലയിൽ സേന എന്ന് പരിഹസിക്കുന്നതിലൂടെ അദ്ദേഹം സൈനിക യാഥാർത്ഥ്യങ്ങളെ വിസ്മരിക്കുകയാണ്. അമേരിക്കൻ യുദ്ധക്കപ്പലുകൾക്ക് ഹോർമൂസ് കടലിടുക്കിലെ ഇടുങ്ങിയ പാതകളിൽ ഇറാന്റെ ചെറിയ സ്പീഡ് ബോട്ടുകൾ സൃഷ്ടിക്കുന്ന ഭീഷണി ചെറുതല്ലെന്ന് അമേരിക്കൻ ജനറൽമാർ തന്നെ സമ്മതിച്ചിട്ടുള്ളതാണ്. ട്രംപിന്റെ ഇത്തരം തരം താഴ്ന്ന പ്രസ്താവനകൾ ചർച്ചകളിലൂടെയുള്ള സമാധാന ശ്രമങ്ങൾക്ക് വലിയ തിരിച്ചടിയാണ് നൽകുന്നത്. അമേരിക്കയുടെ ഈ പുതിയ പ്രകോപനങ്ങൾക്ക് പിന്നിൽ കൃത്യമായ ഒരു ലക്ഷ്യമുണ്ട്. ഇറാനെ പുതിയൊരു ആണവ കരാറിൽ ഒപ്പിടാൻ നിർബന്ധിക്കുക. ഒപ്പിട്ടില്ലെങ്കിൽ കടുത്ത പ്രഹരങ്ങൾ ഏൽക്കേണ്ടി വരുമെന്ന് ട്രംപിന്റെ ഭീഷണി ഒരു പരമാധികാര രാഷ്ട്രത്തെ ഭയപ്പെടുത്തി കീഴടക്കാനുള്ള ശ്രമമാണ്. ഇറാൻ സമാധാനപരമായ ആവശ്യങ്ങൾക്കായി ആണവോർജ്ജം ഉപയോഗിക്കുന്നത് തടയുക എന്നതിലുപരി ആ മേഖലയിൽ ഇസ്രയേലിന്റെ അപ്രമാദിത്വം ഉറപ്പിക്കാനാണ് അമേരിക്ക ശ്രമിക്കുന്നത്. എന്നാൽ സ്വന്തം സാങ്കേതികവിദ്യ വികസിപ്പിക്കുന്നതിലും പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുന്നതിലും ഇറാൻ കൈവരിച്ച നേട്ടങ്ങൾ ഇത്തരം ഭീഷണികൾക്ക് മുന്നിൽ പതർന്നതല്ല. അമേരിക്കയുടെ ഭീഷണികൾക്ക് ഇറാൻ നൽകിയ മറുപടി ലോകശ്രദ്ധ നേടി. ഇറാന്റെ വിദേശകാര്യ വക്താവ് ഇസ്മായിൽ ബഖായിയുടെ വാക്കുകൾ അങ്ങേയറ്റം കരുത്തുറ്റതായിരുന്നു. സിംഹത്തിന്റെ പല്ലുകൾ പുറത്തേക്ക് നീണ്ടു നിൽക്കുന്നത് കണ്ടാൽ അത് ചിരിക്കുകയാണെന്ന് കരുതരുത് എന്ന കവിത തുല്യമായ മുന്നറിയിപ്പ് അമേരിക്കൻ ഭരണകൂടത്തെ ചിന്തിപ്പിക്കേണ്ടതാണ്. ഇറാൻ ഒരു പ്രാദേശിക ശക്തി മാത്രമല്ല, മറിച്ച് പശ്ചിമേഷ്യയിലെ അനിശ്ചിതമായ സൂപ്പർ പവറാണെന്ന് അദ്ദേഹം അടിവരയിട്ട് പറഞ്ഞു. തങ്ങളുടെ അതിരുകൾ ലംഘിക്കുന്നത് ഏത് വിദേശ ശക്തിക്കും തക്കതായ മറുപടി നൽകാൻ ഇറാൻ സജ്ജമാണെന്ന സന്ദേശം ഈ വാക്കുകളിലുണ്ട്. അമേരിക്കൻ സൈനിക സാന്നിധ്യം മേഖലയിൽ സുരക്ഷ ഉറപ്പാക്കുന്നതിന് പകരം അസ്ഥിരതയാണ് ഉണ്ടാക്കുന്നതെന്ന് പല അറബ് രാജ്യങ്ങളും ഇപ്പോൾ തിരിച്ചറിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. വിദേശ സൈനികർ മേഖലയിൽ തമ്പടിക്കുന്നത് പ്രദേശവാസികൾക്ക് ഗുണകരമല്ലെന്ന ഇറാന്റെ വാദത്തോട് ഒമാൻ പോലുള്ള രാജ്യങ്ങൾ നേരത്തെ തന്നെ യോജിച്ചിരുന്നു. ഗൾഫ് രാജ്യങ്ങൾ തമ്മിൽ ഒരു സ്വതന്ത്ര സുരക്ഷാ സംവിധാനം ഉണ്ടാകണമെന്ന ഇറാന്റെ നിർദ്ദേശം മേഖലയിലെ വിദേശാധിപത്യം അവസാനിപ്പിക്കാനുള്ള വലിയൊരു നീക്കമാണ്. ഫെബ്രുവരി 28 ആക്രമണങ്ങൾക്ക് ശേഷം UAEയും ഒമാനും കൂടുതൽ ജാഗ്രതയിലാണുള്ളത്. അമേരിക്കയുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി തങ്ങളുടെ മണ്ണ് യുദ്ധക്കളമാക്കാൻ അവർ ആഗ്രഹിക്കുന്നില്ല. അമേരിക്കൻ സമ്മർദ്ദങ്ങൾക്ക് മുന്നിൽ ഇറാൻ വഴങ്ങിക്കൊടുക്കുമെന്ന് കരുതുന്നവർ ഇറാന്റെ ചരിത്രം പഠിക്കാത്തവരാണ്. സദാം ഹുസൈൻ ഇറാന്റെ മേൽ അടിച്ചേൽപ്പിച്ച 8 വർഷത്തെ യുദ്ധകാലം മുതൽ ഇന്നുവരെ ആയിരക്കണക്കിന് ഉപരോധങ്ങളെയും സൈനിക ഭീഷണികളെയും ഇറാൻ അതിജീവിച്ചിട്ടുണ്ട്. ഇന്ന് അവർക്ക് സ്വന്തമായി മിസൈൽ സാങ്കേതിക വിദ്യയും ഡ്രോൺ സംവിധാനങ്ങളും അത്യാധുനിക നാവിക സേനയുമുണ്ട്. അമേരിക്കൻ സാമ്പത്തിക യുദ്ധത്തെ അതിജീവിക്കാൻ പ്രതിരോധ സമ്പദ് വ്യവസ്ഥ എന്ന മാതൃകയാണ് ഇറാൻ സ്വീകരിച്ചിരിക്കുന്നത്. ഹോർമൂസ് കടലിടുക്കിൽ ഒരു പൂർണ്ണ യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടാൽ അത് ലോകരാജ്യങ്ങളെ സാരമായി ബാധിക്കും. പ്രതിദിനം ദശലക്ഷക്കണക്കിന് ബാരൽ എണ്ണ കടന്നു പോകുന്ന ഈ പാത തടസ്സപ്പെട്ടാൽ അന്താരാഷ്ട്ര വിപണിയിൽ എണ്ണവില കുതിച്ചുയരും. ഇത് ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളുടെ സമ്പദ് വ്യവസ്ഥയെ തകിടം മറിക്കും. ഇൻഷുറൻസ് തുക വർദ്ധിക്കുന്നതും കപ്പലുകൾക്ക് സുരക്ഷാ ഭീഷണി നേരിടുന്നതും ആഗോള വ്യാപാരത്തെയും ബാധിക്കും.
ഒരു യുദ്ധമുണ്ടായാൽ മേഖലയിൽ നിന്നുള്ള അഭയാർത്ഥി പ്രവാഹം യൂറോപ്പിനെ അയൽ രാജ്യങ്ങളെ പ്രതിസന്ധിയിലാക്കും. ഹോർമുസ് കടലിടുക്കിൽ ഇപ്പോൾ പുകയുന്നത് കേവലം കുറച്ച് മിസൈലുകളുടെ പുകയല്ല, മറിച്ച് ലോകക്രമത്തിലെ മാറ്റങ്ങളുടെ സൂചനയാണ്. അമേരിക്കൻ സാമ്രാജ്യത്വം അതിന്റെ ആധിപത്യം നിലനിർത്താൻ ശ്രമിക്കുമ്പോൾ സ്വന്തം പരമാധികാരം സംരക്ഷിക്കാൻ ഇറാൻ നടത്തുന്ന പോരാട്ടം നീതിക്ക് വേണ്ടിയുള്ളതാണ്. ട്രംപിന്റെ പരിഹാസങ്ങൾക്കും ഭീഷണികൾക്കും മുന്നിൽ സിംഹത്തെ പോലെ ഗർജിക്കുന്ന ഇറാന്റെ നിലപാട് പശ്ചിമേഷ്യയുടെ ഭാവി നിർണ്ണയിക്കും. വിദേശ ശക്തികൾ ഈ മേഖലയിൽ നിന്ന് പിന്മാറുകയും പ്രാദേശിക രാജ്യങ്ങൾ ചർച്ചകളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുകയും ചെയ്യുന്നത് മാത്രമാണ് ശാശ്വതമായ പരിഹാരം. അതുവരെ ഹോർമൂസിലെ ഓളങ്ങൾക്കൊപ്പം യുദ്ധത്തിന്റെ മുരൾച്ചയും കേട്ടുകൊണ്ടേയിരിക്കും.